സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കാനുള്ള തീരുമാനത്തിനെതിരെ കേരളത്തിലെ SFI ASF നടത്തിയ സമരം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം സംഘർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമരത്തിന്. ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യമായി മാറി. അതിനുശേഷമാണ് സ്വകാര്യ സർവകലാശാലകളുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ആലോചനാ യോഗമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിപ്പോൾ ഈ സർക്കാർ അധികാരത്തിലെത്തി. ഇപ്പോൾ ഈ സർക്കാർ ഒരു ബോധ്യം ഉണ്ടായിരിക്കുന്നു. രാജ്യത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നമ്മുടെ സർവകലാശാലകളൊക്കെ ഇപ്പോൾ അത് കോമ്പീറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലായി. അതിലേക്ക് ഞങ്ങൾ എത്തിയെന്ന്. ഇതിനെയല്ലേ നമ്മൾ ഈ പച്ച മലയാളത്തിൽ വൈകി വന്ന വിവേകം അല്ലെങ്കിൽ കുറച്ച് വൈകി ഉണ്ടാകുന്ന വെളിപാടെന്ന് പറയുന്നത്? അല്ലാതെ എന്താണ്? അല്ല, ഒരു 15 വർഷം മുമ്പ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ CP ജോൺ സാഹ് പറഞ്ഞ കണക്കോലെ 30 വർഷത്തിന് മുമ്പ് നമ്മൾ ഇത്തരം ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗം സർക്കാർ കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും അർദ്ധ സർക്കാർ കോളേജുകളിലും അടച്ചുപൂട്ടപ്പെടുമായിരുന്നു. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. UDF-ന്റെ കാലത്ത് എങ്ങനെയാണ് സ്കൂളുകൾ പൂട്ടപ്പെട്ടതെന്ന് നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് LDF-ന്റെ കാലത്ത് അവിടേക്ക് 34 ലക്ഷം കുട്ടികൾ സ്വകാര്യ മേഖലയിൽ നിന്ന് മാറി ഇങ്ങോട്ട് വന്ന് ചേർന്നതും കിഫ്ബി ഉപയോഗിച്ച് അവിടുത്തെ ഡെവലപ്പ് ചെയ്തതും IT ലാബുകൾ ഡെവലപ്പ് ചെയ്തതും ഇതൊക്കെ കാൽപ്പനികമായിട്ട് നമുക്ക് പറയാനല്ലേ കാലാവസ്ഥാ പഠനങ്ങൾ, വൈവിധ്യമായ പഠനങ്ങൾ. 10 വർഷം മുമ്പ് നമ്മുടെ ഒന്നാം തരത്തിലേക്ക് ചേർന്ന ഈ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ചേർന്ന എണ്ണവും ഇത് രണ്ടും ഈ പറയുന്ന അൺഎയ്ഡഡ് സെക്ടറിലും എയ്ഡഡ് സെക്ടറിലും വന്നതൊക്കെ സംബന്ധിച്ച് നമ്മുടെ നിയമസഭയിൽ തന്നെ സമീപകാലത്ത് വന്ന രേഖകളുണ്ട്. താങ്കൾ ആ കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ. അല്ല, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ രേഖയാണ്, നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട രേഖയാണ്. 34 ലക്ഷം പേരാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വന്നതെന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലോ, FIUGP ആദ്യത്തെ സെമസ്റ്റർ വളരെ സമർത്ഥമായി നമ്മൾ നടപ്പിലാക്കുകയും കുട്ടികൾക്കെല്ലാം വലിയ പരാതികളില്ലാത്ത രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ആദ്യത്തെ സെമസ്റ്ററിന്റെ പരീക്ഷാ റിസൾട്ട് നമ്മൾ കൃത്യമായ തീയതിയിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, രണ്ടാം സെമസ്റ്റർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശ സർവകലാശാലകളിൽ ഏതാണ്ട് 12ഓളം വർഷം പല രാജ്യങ്ങളിലും ജോലി ചെയ്ത ഒരാളായിരുന്നു. അതിനുശേഷം 2014 ഞാൻ കേരളത്തിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ കേരളത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വ്യത്യാസവും ഇവിടുത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വ്യത്യാസവും, എങ്ങനെയാണ് വിദ്യാഭ്യാസം കച്ചവടം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് വിദ്യാഭ്യാസം നോളജ് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണയും കാഴ്ചപ്പാടും ഒരു ഇടതുപക്ഷ അനുകൂലി എന്നുള്ള രീതിയിൽ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതായത്